ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. മാർക്കോ സിനിമയുടെ ഒഫീഷ്യൽ ആക്ഷൻ ടീസർ എത്തിയിട്ടുണ്ട്. യെസ്, ശരിക്ക് ഈ ഒരു സമയത്ത് ഇതിന്റെ ഒഫീഷ്യൽ ട്രailer വേണമെങ്കിൽ ഇറക്കാട്ടോ. തീർച്ചയായിട്ടും അല്ലേ? അതായത് ഒരു പുതിയ പരിപാടിയായി മാറും. ഈ സിനിമ ഒരു ബെഞ്ച് മാർക്കാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ പുതിയൊരു പരിപാടി, അതായത് ഇനി ഒരുപാട് പേർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ആശയം. സിനിമയ്ക്ക് ശേഷം ഒഫീഷ്യൽ ട്രailer. ഇവിടെ ഇരിക്കേണ്ടി വരും. റിയാക്ഷനും ചെയ്യേണ്ടി വരുമല്ലോ, ഒന്നും ചെയ്യേണ്ടി വരില്ല. എടോ, നമ്മളൊരു സിനിമ വരുന്നതിന് മുന്നേ എന്തൊക്കെ ആഗ്രഹിക്കുന്നത്? ടീസർ വരണം, അതിന്റെ റിയാക്ഷൻ ചെയ്യണം. ട്രെയിലർ വരണം, അതിന്റെ റിയാക്ഷൻ ചെയ്യണം. സിംഗിള്, പ്രൊമോ, ഫസ്റ്റ് ലുക്ക്, പോസ്റ്റർ, ഇതൊക്കെ റിയാക്ഷൻ ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ് പറയുന്നത് ട്രെയിലർ സിനിമ കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി. ശരിയാട്ടോ, അത് തെറ്റാണ്. അതായത് ഈ സിനിമക്ക് പോസിറ്റീവ് ഒന്നുണ്ട്, നെഗറ്റീവ് ആണെങ്കിൽ ആ ട്രെയിലർ ആരും മെയിൻറ്റെയിൻ ചെയ്യില്ലല്ലേ, എടുത്ത് കൊണ്ട് പോടേന്നേ പറയുള്ളൂ. എന്നാൽ എല്ലാ കാര്യം പൊതുവെയുള്ള കാര്യമുണ്ടല്ലോ അതൊക്കെ മാറ്റി വെച്ചു ഈ സിനിമയുടെ മാത്രം കാര്യം പറയാം. ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വേണമെങ്കിൽ ഇപ്പൊ ഇറക്കി വിടാം. ഇത് അവര് വിചാരിച്ചതിന്റെ അപ്പുറം, നമുക്ക് തോന്നുന്നു അങ്ങനെയാണ്, വിചാരിച്ചതിന്റെ അപ്പുറം തന്നെ അവർക്ക് ഇതിന്റെ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഒരു ട്രെയിലറൊക്കെ വേണമെങ്കിൽ വിടാം. ഇപ്പൊ ടീസർ വിട്ടു അതേപോലെ. യെസ്, എന്തായാലും ഇതിന്റെ ഒഫീഷ്യൽ ആക്ഷൻ ടീസർ വന്നിട്ടുണ്ട്. 40 സെക്കൻഡ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ. എന്തൊക്കെ കാണിക്കും എന്തൊക്കെ കാണിക്കില്ല എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് ആക്ഷൻസ് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ. എത്ര 6-7 ഫൈറ്റ് അല്ലേ? 7 ഫൈറ്റ് ആയിട്ടുണ്ട്. 7 ഫൈറ്റിന്റെ ഉണ്ടാവുമായിരിക്കും അല്ലേ? അതോ ഇനി ഒരൊറ്റ ഫൈറ്റിന്റെ ഏതെങ്കിലും ഒരു സംഭവമാണോ? അത് പറയാൻ പറ്റില്ല. 40 സെക്കൻഡ് ഉള്ളൂ, സാധനം തന്നെ മാത്രമായിരിക്കാം. എന്തായാലും കാണാം. ഓക്കെ, റെഡി? റെഡി. ഷെരീഫ് മുഹമ്മദ്. ഓ, എല്ലാം കേട്ടോ. ഉണ്ണി മൂന്ന് റീലോഡ്. കടിച്ചോ? ഓ, സെക്കൻഡ് പോരെ? 40 സെക്കൻഡ് മതി കളിയാ. ഒന്നുകൂടി കാണേ എന്റെ മോനെ. ഞാൻ വന്നപ്പോ മുതലെല്ലാ ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. ഓ, എന്റെ മോനെ, വെട്ട് വെട്ട് വെട്ട്, കൊല. അയ്യോ, കൊല നടക്കുന്നേ. എന്താണെങ്കിലും ആ സിനിമയിൽ ഉണ്ടായിരുന്ന ആക്ഷന്റെ എല്ലാത്തിനും കട്ടിങ്സ് ആണെങ്കിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം എടുത്തു പറയണം. ഇതിന് ഫസ്റ്റ് ഇൻട്രോയിലെ അതുപോലൊരു ഇൻട്രോ എനിക്ക് തോന്നുന്നില്ല ഒരു നടന്മാർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അതെ, ആ ഇൻട്രോന്റെ സമയത്ത് തന്നെ ഒരു സീന് ഉള്ളത് ഇതാണ്. ആള് ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. സീൻ അത് മാത്രം അതുണ്ടല്ലോ, ആ സീൻ അതിനകത്ത് കാണിച്ചിട്ടില്ല. അത് പറഞ്ഞു കൊടുക്കണ്ടേ? അത് ശരി, ശരി, സോറി, മാറ്റി വെച്ചേ. അത് എനിക്ക് എന്താണെന്നറിയോ, അത് അതിനകത്ത് കണ്ടപ്പോ ആ സീനിനെ കുറിച്ചൊന്ന് പറയണം തോന്നിപ്പോയി, അതുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ട്. അതായത് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇതിൽ ഡയലോഗ് ഇല്ലേ, അതായത് ഞാൻ വന്നത് മുതൽ ചെന്നായ്ക്കള് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി ഇവിടെ ഞാൻ മതിയെന്ന്. അത് സംതിങ് പേഴ്സണൽ ആയിട്ട് പറഞ്ഞതാണോ എന്നൊരു സംശയം. ഒരു സംശയം വേണ്ട, പേഴ്സണൽ ആയിട്ട്. അത് മാർക്കയുടെ ഡയലോഗ് അല്ല, അത് ഉണ്ണിമൂന്നന്റെ ഡയലോഗാണ്. തീർച്ചയായിട്ടും ഉണ്ണിമൂന്തൻ തന്നെയാണ് അത് പറയുന്നതും. ആരോടൊക്കെ അല്ല, പിന്നെ അത് ഉണ്ണിമൂന്തനല്ല അത് പറയുന്നത്, അത് മാർക്കോയാണ്. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവനെല്ലാം മറ്റേ എന്താ പറയാ, ഉള്ളിലൂടെ ചിന്തിക്കുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കില്ല, അതാണ് പ്രശ്നേ. അത് ശരി. അപ്പൊ കാര്യങ്ങളൊക്കെ അതില് അപ്പൊ പേഴ്സണലായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ പ്രസ്താവനയാണ് ഇനി ഇവിടെ ഞാൻ മതി എന്നുള്ളത്. തീർച്ചയായിട്ടും പോളീസാണ് അത്. എനിക്ക് തോന്നുന്നു അത് തികച്ചും പേഴ്സണലായിട്ട് തന്നെ പറയേണ്ട ഒരു സാധനം കൂടിയായിരുന്നു. അല്ല, അത് സാധനം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ രീതിയിൽ തന്നെ സിനിമയിലും ചിന്തിക്കണം. തീർച്ചയായിട്ടും. ഇനി അങ്ങോട്ടും അതായത് ഈ ഒരു വൈബ് പിടിച്ച് വലിയ ഉയരങ്ങളിലേക്ക് ഉണ്ണിമൂന്തൻ സഞ്ചരിക്കണം.
വലിയ സ്റ്റാറായി മാറണം. എല്ലാ സിനിമയും ഇതേപോലെ ചെയ്യണം നല്ലട്ടോ ഉദ്ദേശിച്ചത്. അതല്ല ഉദ്ദേശിച്ചത്, നല്ല കിടിലൻ. അതായത് ഇപ്പം ഇങ്ങനത്തെ ഒരു സാധനം മലയാളത്തിൽ വന്നിട്ടില്ല. അത് മലയാളത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ പണിയൊന്നും അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനത്തെ ഒരു സാധനം പ്രേക്ഷകരെ പലർക്കും പലർക്കും ആഗ്രഹമുള്ള സംഭവമാണ്. അതെ, എന്നിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. പക്ഷെ ആൾക്ക് ശ്രമിച്ചാൽ സിമ്പിളായിട്ട് നടത്താൻ പറ്റുന്ന സാധനമാണ്. അത് തെളിയിച്ചും ചെയ്തു. അപ്പം ആ വൈബ് സാധനങ്ങളൊക്കെ അതാ പറഞ്ഞ ഇങ്ങനത്തെ എക്സ്പെരിമെന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് വരിക, എന്നിട്ട് ഞെട്ടിച്ചോണ്ടിരിക്കുക. ഇനി ആ ഫൈറ്റിന്റെ കാര്യത്തിലേക്ക് വരാം. ഏത് ഫൈറ്റാണ് അറിയാം? അതായത് ആ കത്തി കടിച്ചിട്ട് ഒരു സീൻ കണ്ടില്ലേ, അതിലാളുടെ കൈ കെട്ടിയിരിക്കുകയാണ് പുറകിലേക്ക്. ഇതുപോലത്തെ ഒരു സീന് ഇതിനു മുൻപ് ഒരു അപരാധം കുടിച്ച സിനിമയിൽ കണ്ട്. ചാപ്രി സിനിമയിൽ പുഷ്പ 2 ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അതിലും ഇതിലും ഒരുപോലത്തെ സീനുണ്ട്. ഏത് കൈ കെട്ടിയിട്ട് അടിച്ചത്. അത് നിങ്ങൾക്ക് ആഹാ, ഇത് നിങ്ങൾക്ക് ഓഹോ. അതെന്താണെന്നറിയോ അതിൻ്റെ മാറ്റം? നിങ്ങൾ പുഷ്പ 2 എടുക്കുക. ഇപ്പോൾ എല്ലാ ലാംഗ്വേജും ആൾറെഡി ലീക്കായിട്ടുണ്ട്, വേണമെങ്കിൽ ടെലിഗ്രാമിലൊക്കെ എടുത്ത് കാണാവുന്നുള്ളൂ. അപ്പോൾ ഇതിലെ ഈ സീൻ എടുക്കുക, ഏത് കൈ കെട്ടിയിട്ട് ആൾ ചെയ്യുന്നത്, അതാണോ ഇതാണോ ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. എന്തുകൊണ്ട് ഞങ്ങൾക്ക് പുഷ്പ 2 ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിനുള്ള ഉത്തരവും അതിലുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന നമുക്കും കൂടി തോന്നണം അത് കൈ കെട്ടിയിട്ടാണെങ്കിലും ആൾക്കത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യും എന്നുള്ളത്. അത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പയിൽ കണ്ട പോലെ അല്ല. പുഷ്പയിൽ കൈയും കാലും കെട്ടുന്നുണ്ട്. കാലും കെട്ടിയിട്ടിട്ടാണ് പുഴുവടിക്കുന്നതൊക്കെ പോട്ടെ. ആള് ഇവിടെ ഒരാളുണ്ടെങ്കിൽ ആളെ വന്നിട്ട് കടിച്ചതിന് ശേഷം പിന്നെ അവിടുന്ന് ഒരു ചാട്ടാണ്, പറക്കാണ് ചെയ്യുന്നത് അപ്പുറത്തോട്ട്. ഈ ഒരു സംഭവം നേരെയൊക്കെ പോയിട്ട് ആളെ കഴുത്തിന് കടിക്കുന്നു, കൊടയുന്നു. എന്നിട്ട് ഈ ഒരു സാധനം ഈ ഒരു സാധനമാണ് ഇതിനകത്ത് കണ്ടിട്ടുള്ളത്. ഇത് ശരിക്കും നമ്മള് ഈ തെങ്ങല്ല കവുങ്ങ് കയറുന്ന ആൾക്കാരല്ലേ. അതായത് ഒരു കവുങ്ങിന്ന് അതിലെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ കവുങ്ങയിലേക്ക് അവർ പോണത് ഒരു ഭയങ്കര രസമാണ്. ആടിപ്പോയിട്ട് അടുത്ത കവുങ്ങയിലേക്ക് പോവാം. അതിന്റെ വേറൊരു വേഷം പിടിച്ചാന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുന്ന് ഒരൊറ്റ പറക്കല, അവിടെ പോയി അയാളെ കടിക്കും, അയാളെ കടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് പറക്കും. ആട്ടുണ്ടല്ലോ അതിലേ പോവാ. ഇത് കൈയും കാലും കെട്ടിയിട്ടിട്ട് അത് നമ്മള് ടോം ആൻഡ് ജെറിയില്ലേ, ടോമിനെ ഏതോ ഒരു ഇതില് ജെറി ഇതാക്കി വിടുന്നുണ്ട്. അപ്പൊ പൂന്ന് പോയിട്ട് മരത്തില് പല്ല് പോയിട്ട് അതായത് ഒരു വെടിയുണ്ട പോകുന്നത് പോലെ അതുപോലെയാണ് ഇതില് പുഷ്പ പോകുന്നത്. പുഷ്പല്ലേ എങ്ങനെയും പോകാലോ, എനിക്കൊന്നും സംഭവിക്കാനില്ല കാരണം ഞാൻ നായകനാണെന്നുള്ള രീതിയുണ്ട്. ഇതില് ആളുടെ കൈ കെട്ടിയിരിക്കുകയാണ്, കത്തി കടിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് ആൾക്കാരുടെ ഉള്ളിലേക്ക് അത് കണക്ട് ആവും എന്നുള്ളത് ഈ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും, കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഇത് കണക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും അവർക്കും, പക്ഷെ അത് ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു. അത് ഇവിടെ ആൺകുട്ടികൾക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, അത് കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെടുത്ത് അതും ഇതും വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ പുഷ്പ മുള്ളിപ്പോവും. ഉള്ള കാര്യം പറയാം, അതിന് മാത്രം സാധനം ഞങ്ങൾ അത് ഓർത്ത് വെച്ചതുണ്ട് അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ. പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. വെറുതെ എന്തിനാണ് ഇതില് മൂത്രം കൊണ്ടൊന്ന് നശിപ്പിക്കുന്നത്? തീട്ടപരിപാടി നമ്മുടെ മാർഗം വിട്ടതാ. ഞങ്ങളിപ്പോ നായകനുമാണ് ഞങ്ങൾ കുറച്ച് കൂടിയ ഐറ്റം മാത്രമേ ഉള്ളൂ. ചോര കൊണ്ട് കടലുണ്ടാക്കുക, പുഴ ഉണ്ടാക്കി കളിക്കുക, വലിയ വലിയ ഡാമുകൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ്. തോണി വെച്ച് അതിന്റെ ഇടയ്ക്ക് മൂത്ര കേസും കൊണ്ട് വന്നേക്കുന്നത്. എന്താണെങ്കിലും കിഡ്ലൻ ടീച്ചറാണ് കേട്ടോ. ഇനി നടക്കുന്ന മുള്ളിക്കളികൾ ഞങ്ങളില്ലേ, ഞങ്ങൾ ഒരു റഫറി. സത്യമായിട്ടും ഈ ഒരു ടീച്ചർ കണ്ട ആൾക്കാർക്ക് അവരുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും ഇത്രയും ആക്ഷൻ സീൻ. ഇതിനകത്ത് ഒരു ആക്ഷൻ മാത്രം ഒരു 10-15 മിനിറ്റോളം ഉണ്ട്. ഒന്നും പറയുന്നില്ല. അതൊക്കെ ഒരു ഭീകര സാധനമാണ്. അത് ഞങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അത് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക, ആസ്വദിക്കുക. അത്രയും ഗംഭീരമായിട്ട് ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തു വെച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഇത് കാണുമ്പോൾ തന്നെ വ്യക്തമല്ലേ, മനസ്സിലാവുന്നില്ല. ഇതിലിപ്പോ നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ള ഉത്തമ തെളിവാണ് ഈ തന്നിരിക്കുന്നത്. കണ്ടോ, ഈ പറയുന്നൊന്നും വെറുതെ അല്ല എന്നാണ് സത്യം. അത് വലിയൊരു പ്രസ്താവനയാണത്. അപ്പൊ എന്തായാലും അടുത്ത ദിവസം ട്രെയിലർ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെന്താ ക്യൂബ്സിനോട് പറഞ്ഞത് ട്രെയിലർ പോന്നോട്ടെ. ടീച്ചർ 2 തന്നു, നിങ്ങൾ മതിയായി, ട്രെയിലർ പോട്ടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.
നല്ലതാട്ടോ ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ പുറത്തു വരുന്നത്. പിന്നെ തീർച്ചയായിട്ടും പടത്തിന്റെ പ്രൊമോഷൻ ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് പോസിറ്റീവ് വന്നാൽ മാത്രം പോരല്ലോ, ഇത് കണ്ടിന്യൂ ചെയ്യണം. ഓടി അങ്ങ് പോണ്ടേ, 100-ൽ നിന്ന് എണ്ണി തുടങ്ങണ്ടേ നമുക്ക്, അല്ലേ? പിന്നെന്താ. അപ്പൊ ശരി, ബൈ.